ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ നമ്മൾ കുറേ നാളായി ലോങ് വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നൊരു ഫുൾ വീഡിയോ എടുക്കാൻ. ഫുള്ളല്ല, വൈകുന്നേരമാണ്. അപ്പോൾ നമ്മൾ പാലക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. അമ്മയ്ക്കൊക്കെ തൊഴിലുറപ്പിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ അവരിവിടെ കൊണ്ട് വെച്ച് ആക്കി എടുക്കുമോ എന്നുള്ള പ്രതീക്ഷയിലൊന്നും അല്ല നമ്മൾ വെച്ചത്. പക്ഷേ ആക്കി ഇട്ടിട്ടുണ്ട്. ചേച്ചി എന്നും വെള്ളം കോരുമായിരുന്നു. പിന്നെ വളമൊക്കെ ഇട്ട് കൊടുത്തായിരുന്നു. അപ്പം നന്നായിട്ട് പിടിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പറിക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. പിന്നെ വിചാരിച്ചു കുറച്ചുകൂടെ ആയിട്ട് പറിക്കുക എന്നുള്ള രീതിയിലിരിക്കുമായിരുന്നു. പിന്നെ എന്തായാലും ഇന്നങ്ങ് പറിച്ച് പരിപ്പൊക്കെ ഇട്ടിട്ട് നമുക്ക് വെക്കാമല്ലോ, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു. എന്നിട്ട് കരിയാപ്പില പറിക്കാൻ പോയി. ഇതെന്താണെന്നറിയാമോ? നമ്മുടെ നീലാമ്പരിയാണ്. ഞാൻ എന്തോ പറഞ്ഞാലും നമ്മുടെ എന്ന് പറയും, ശീലിച്ചത് കൊണ്ടാണ്. അപ്പം അപ്പോൾ ഇടയ്ക്ക് കയറി വരാറുണ്ട്. അപ്പോൾ അതൊന്നും മൈൻഡ് ചെയ്യണ്ട. പിന്നെ നമ്മുടെ കരിയാപ്പിലയൊക്കെ പറിച്ചെടുത്തു. പിന്നെ നിങ്ങളെ കുറച്ച് ചെടിയൊക്കെ കാണിക്കാവേ. ദാണ്ട ഇത് ഞാൻ പറഞ്ഞില്ലേ, നീലാമ്പരിയാണ്. കുറേ ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. പോയി നമ്മുടെ വഴിയിലായിരുന്നു ആദ്യം നിന്നത്. പിന്നെ ഇത് അതിൻ്റെ വിത്ത് എന്തോ വീണിവിടെ കിളുത്ത്. പിന്നെ ദാണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് വലിയൊരു കരിയാപ്പിൻ്റെ മരം ഉണ്ടായിരുന്നു. നല്ല അത്യാവശ്യം വലിയ മരമായിരുന്നേ. നമ്മൾ അവിടെ നിന്നായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. പക്ഷേ അതൊരു ദിവസം പോയി, അത് മൂടളിഞ്ഞെന്തോ പോയതാണെന്ന് തോന്നുന്നു. അത് അങ്ങനെ വീണ് കിടന്നപ്പോഴാണ്, രാവിലെയാണ് കണ്ടത്. ആയി വരുന്നുണ്ട് എല്ലായിടത്തും. പിന്നെ ചേച്ചിയുടെ അവിടെയൊക്കെ വലിയ മരം നിൽപ്പുണ്ട്. എന്നാലും അത് പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. പിന്നെ ദാണ്ട നിൽക്കുന്ന സാധനം കണ്ടോ, ഇത് നമ്മുടെ ചതുരമുല്ലയാണ്. നിങ്ങൾക്കറിയാവോ? കാലിലും കയ്യിലൊക്കെ നീര് വരത്തില്ലേ? നീര് വരുമ്പോൾ ഇത് ചതച്ച് പിഴിഞ്ഞ് നീരെടുത്താലല്ല, ചതച്ചിട്ട് കാലെ വെച്ച് കെട്ടും. അങ്ങനെ എന്തോ ആണ് സംഭവം. നല്ലതാണ് കേട്ടോ. കുറേ പേര് ഇവിടുന്ന് പറിച്ചുകൊണ്ടൊക്കെ പോകും. ഇതും മരമായിരുന്നു, ഭയങ്കര വലിയ മരമായിരുന്നു. അതിങ്ങനെ വെട്ടി നിർത്തുകയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് അങ്ങ് ഇതാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെട്ടി നിർത്തുകയാണ്. പിന്നെന്താ, കറ്റാർ വാഴ നിൽക്കുന്നു. ഇതിൻ്റെ ഒന്നും പേരെനിക്ക് സത്യമായിട്ടും അറിയത്തില്ല. ചെടിയുടെ പേരൊന്നും അറിയത്തില്ല. കാരണം നമ്മൾ ചെടിയോട് വലിയ ഇതൊന്നും ഇല്ല. ഇവരൊക്കെയാണ് കേട്ടോ ചെടി നോക്കുന്നതും വെക്കുന്നതും എല്ലാം. എന്താണെന്നറിയത്തില്ല. നേരത്തെ തൊട്ട് ഇഷ്ടമാണ്, കാണാനും പറിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ നോക്കലൊക്കെ അവരൊക്കെ തന്നെയാണ്. ഇത് ആലപ്പുഴ മുല്ല എന്നാട്ടോ അമ്മ പറഞ്ഞത്. നല്ല മണം ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയായിരുന്നു. പിന്നെന്താ, ഇവിടെ ഇതിലും ഇഷ്ടം പോലെ പൂക്കളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നിറയെ പൂക്കളുണ്ടായിരുന്നു. എല്ലാവരും പറയുമായിരുന്നു, നമ്മുടെ വീട്ടുപേരിൻ്റെ ഇത് വെച്ചിട്ട് പൂവക്കര എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും ഒരു പൂവക്കരയാന്നൊക്കെ ഇങ്ങനെ പറയുമായിരുന്നു. അമ്മാതിരി ഇഷ്ടം പോലെ പൂവുണ്ടായിരുന്നു. എല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ദാണ്ട് ഈ ചെടി, ഇതിൻ്റെ പന്ന ഒരു സ്മെല്ലാണ് കേട്ടോ. അതിൻ്റെ മണം എനിക്കിഷ്ടമല്ല, പക്ഷെ കാണാൻ നല്ല ഭംഗിയാണ്. ഇത് കുറേ ഇവിടെ നിൽപ്പുണ്ട്. നല്ല ഇത് ആ വഴിയുടെ സൈഡിലോട്ട് ചെയ്ത്. പിന്നെ ഇത് മറ്റേ ചുമലയുടെ വെള്ള കളറാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ്. ഇങ്ങനെ നിൽക്കുന്നതാണ്, പൂക്കളൊക്കെ നിൽക്കുന്ന കാണാനായിട്ട് പ്രത്യേക ഭംഗിയാണ്, നമ്മൾ നോക്കിയില്ലെങ്കിലും. പിന്നെ ഞാൻ കരിയാപ്പിലൊക്കെ പറിച്ച് പോകുന്ന വഴി ദാണ്ട് ഈ ഒരു ചെടി കണ്ടോ. ഇത് ഞങ്ങളല്ല, നമ്മുടെ ഒരു ചേച്ചി പൈസ കൊടുത്ത് മേടിച്ച ചെടിയാണ് കേട്ടോ. ഇത് നമ്മുടെ റോഡ് സൈഡിലൊക്കെ ചുമ്മാ നിൽക്കുന്നത് കാണാം. പക്ഷേ ഇത് മേടിച്ചത്, ആ ചേച്ചി മേടിച്ചത് പൈസ കൊടുത്തിട്ടാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ പോകുമ്പോഴൊക്കെ റോഡ് സൈഡിലൊക്കെ ചുമ്മാ നിൽക്കുന്നത് കാണാമായിരുന്നു. 500 400 അങ്ങനെ എന്തോ ആണ് ചേച്ചി അന്ന് പറഞ്ഞത്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ ഇത് കിളിച്ച് കിട്ടാനും പാടാന്ന് കേട്ടോ പറയുന്നത്. ഇങ്ങനെ കൊടുത്തിട്ട് ചില വീടുകളിലൊന്നും പിടിച്ചിട്ടില്ല. ഞാൻ എൻ്റെ അവിടെ വീട്ടിൽ കൊണ്ടുപോയിട്ട് പിടിച്ചില്ലായിരുന്നു. അത് പോവായിരുന്നു കേട്ടോ. കുപ്പിക്കകത്തൊക്കെ വേരിറക്കി അങ്ങനെ എന്തോ ആണ് അമ്മയൊക്കെ വെച്ചത്. പക്ഷെ അവിടെ നൂറിനാട് കൊണ്ടുപോയപ്പോഴത്തേക്കിനും അവിടെ കൊണ്ടുപോയിട്ട് വെച്ചിട്ട് പിടിച്ചില്ല. പിന്നെ ഇവിടെ അടുത്ത് നമ്മൾ വീട്ടിലൊക്കെ കൊടുത്തിട്ടൊന്നും ശരിയായിട്ടില്ല. പിന്നെ ദാണ്ട് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത് വേറൊരു കളറ്. ഇതിൻ്റെ വെറൈറ്റി കളറുണ്ട്. ഇനിയും ഇതിൻ്റെ പല കളറുണ്ടെന്ന് തോന്നുന്നു. ഇത് പിന്നെ എന്തുവാന്ന് എനിക്ക് കുഞ്ഞി പൂവൊക്കെ ഉണ്ടാവുന്നതാണ്. പക്ഷേ ഇന്നലെ ഇതിൽ പൂവൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇത് പേരമ്മയുടെ അവിടെ നിൽക്കുന്ന ചെടിയാട്ടോ. അവിടെ കോവയ്ക്കയും എല്ലാം ഉണ്ട്. നേരത്തെ ഇവിടെ ഇഷ്ടം പോലെ പച്ചക്കറി സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല, കപ്പ മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. എല്ലാം വെക്കും അച്ഛൻ ഇടയ്ക്കിടയ്ക്ക്. അച്ഛൻ അച്ഛൻ്റെ ചേട്ടനാണ് കേട്ടോ. അച്ഛനാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ നമ്മൾ അകത്ത് കയറി നമ്മുടെ കറിയുടെ കാര്യങ്ങളൊക്കെ നോക്കാമെന്ന് വെച്ചു കേട്ടോ. സമയം പോവാണ്, കണ്ണിന് മുഷായിട്ട് കളയുക. പിന്നെ അതിന് മുമ്പ് എല്ലാം ചെയ്യണമല്ലോ. അപ്പോൾ ഇപ്പം അമ്മയുടെ കൂടെ അവൻ പുറത്ത് നിന്ന് കളിക്കുന്നുണ്ട്. അപ്പോഴാട്ടോ ഞാൻ എൻ്റെ ജോലി നോക്കുന്നത്. അപ്പോൾ ആദ്യം വഴുതനങ്ങ ഒന്ന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അരിഞ്ഞ് മഞ്ഞൾ വെള്ളത്തിലിട്ടു. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാത്രി തന്നെ ഫ്രൈ ചെയ്തെടുക്കാമല്ലോ എന്നും പറഞ്ഞായിരുന്നു. പക്ഷേ അത് നടന്നില്ല. ചപ്പാത്തിയും കറിയെല്ലാം ഉണ്ടായിക്കൊണ്ട് വന്നപ്പോൾ ആകപ്പാടെ മടുപ്പ് തോന്നി. പിന്നെ അതുപോലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വെച്ചു. പിന്നെ
അച്ഛൻ പറഞ്ഞ് അവിടെ നിന്നതല്ലേ ചിലന്തി വലയൊക്കെ നോക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാലക്ക് ചിലന്തി വലയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്നുമില്ലായിരുന്നു. അതെല്ലാം വാരിപ്പെറുക്കി കഴുകി വെച്ചു. പിന്നെ നമ്മുടെ കറിക്കുള്ളത് സവോളയും കൊച്ചുള്ളി പിന്നെ ഇഞ്ചി എടുത്ത് വെച്ചു. പക്ഷേ ഇഞ്ചി വേണ്ട. ഈ പരിപ്പ് കറി ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ യൂട്യൂബിൽ നിന്ന് കണ്ട ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല ഞാൻ എപ്പോഴും ഇങ്ങനെ കേട്ടോ വെക്കുന്നത്. പക്ഷേ ഇഞ്ചി ഞാൻ ആദ്യം ഇഞ്ചി ഇടുമെന്നും പറഞ്ഞ് എടുത്തതാണ്. ഇഞ്ചി ഇടത്തില്ല. പിന്നെ പെട്ടെന്ന് സവോളയും കൊച്ചുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ പൊളിച്ച് കഴുകി പിച്ചാത്തിയുടെ അറ്റത്തിങ്ങനെ കൊച്ചുള്ളി കുത്തി വെച്ചാൽ കണ്ണ് നീറത്തില്ലെന്നിങ്ങനെ കേട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ അതുകൊണ്ട് എപ്പോൾ അരിഞ്ഞാലും വെക്കും. ചില സമയത്ത് എനിക്ക് കണ്ണ് നീറാറില്ല. പക്ഷേ ഇതരിഞ്ഞപ്പോൾ എനിക്ക് കണ്ണ് നന്നായിട്ട് എരിയുന്നുണ്ടായിരുന്നു. ചില സമയത്ത് കുഴപ്പമൊന്നും വരത്തില്ല. എന്നിട്ട് പെട്ടെന്ന് അരിഞ്ഞു. പിന്നെ വലിയ കാര്യത്തെ ഞാനാണെങ്കിൽ കട്ടിംഗ് ബോർഡ് വെച്ചിട്ട് പച്ചമുളക് കണ്ടിക്കാൻ നോക്കി. പക്ഷേ ചീറ്റിപ്പോയി. ഷോ കാണിച്ചാണ്. പിന്നെ നമ്മുടെ തക്കാളി ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ്. എന്തായാലും ഇത് ചെറുതായിട്ടൊന്നും അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കുക്കറിനകത്തിട്ട് അടിച്ചെടുക്കാനല്ല. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. വലുതായാലും ചെറുതായാലും എന്തായാലും അരിയണം, അത്രേ ഉള്ളൂ. എന്ന് കുക്കറിനകത്തിടുകയെന്നും പറഞ്ഞ് തക്കാളി ഇടാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒന്ന് അരിഞ്ഞെടുത്ത്. അങ്ങനെ ഇടാൻ പറ്റുമായിരുന്നു. അത് അങ്ങനെ ചെയ്യത്തുള്ളായിരുന്നു. എന്നിട്ട് നമ്മുടെ പാലക്കിൻ്റെ ഇലയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് കുഞ്ഞായിട്ടൊന്ന് അരിഞ്ഞെടുത്തു. പിന്നെ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച് എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യാൻ കയറുമ്പോൾ നല്ല രസമാണ്. എല്ലാം പെട്ടെന്ന് ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് വല്ലതും പണിക്കും പോയാൽ പിന്നെ നടക്കത്തില്ല. അപ്പോൾ എല്ലാം അടുപ്പിച്ച് വെച്ചിട്ട് ചെയ്യുമ്പോഴാണ് ഒന്നുകൂടെ എളുപ്പം. അങ്ങനെയല്ലേ. എന്നിട്ട് നമ്മുടെ പരിപ്പെല്ലാം ഒന്ന് കഴുകി കുക്കറിനകത്തോട്ട് എടുത്തിട്ടു. പിന്നെ അരിഞ്ഞു വെച്ച സവോള, തക്കാളിക്ക, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം ഒരുമിച്ച് ആ കുക്കറിനകത്തോട്ടിട്ടു. പിന്നെ നമ്മുടെ നമ്മൾ പാലക്ക് അരിഞ്ഞ് വെച്ചിട്ടില്ലായിരുന്നോ, അതും ഒന്ന് പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടിപ്പോയി. ഇത്രയും വെള്ളം വേണ്ടായിരുന്നു. കുറച്ച് കുറുകിയിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. പക്ഷെ ഞാൻ ഒഴിച്ചപ്പോൾ ഒരിത്തിരി വെള്ളം കൂടി. എന്നിട്ട് കുക്കർ അടച്ച് നമ്മുടെ ഗ്യാസിലോട്ട് വെച്ചു. പിന്നെ ചപ്പാത്തി ഉണ്ടാക്കുന്നത് വെച്ചു. അപ്പോഴൊക്കെ കണ്ണൻ അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചപ്പാത്തിയും പാലുമായിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പരിപ്പ് കറി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇന്ന് അതുകൊണ്ട് പാല് കാച്ചാൻ നിന്നില്ല. എനിക്കറിയാമായിരുന്നു അവൻ പരിപ്പ് കറി കഴിക്കുമെന്ന്. പിന്നെ അതെല്ലാം വെച്ചിട്ട് ഞാൻ നമ്മുടെ വഴുതനങ്ങ ഒന്ന് മസാലയൊക്കെ തേച്ച് വെക്കാമെന്ന് വിചാരിച്ചു. ഒന്നുമില്ല, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് അതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പുരട്ടിയെടുത്തു. എന്നിട്ട് വഴുതനങ്ങയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ, ഇത് അന്ന് അപ്പം തന്നെ വെക്കാനുള്ളൊരു ഉദ്ദേശത്തിലാണ് പുരട്ടിയത്. പക്ഷെ നടന്നില്ല. അതുപോലെ എൻ്റെ അടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി പിറ്റേ ദിവസം എടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട് പോയി. ചപ്പാത്തി പെട്ടെന്ന് കുഴച്ചു. വൈകിട്ടെടുത്ത തീരുമാനമായിട്ട് ഇത് ഉണ്ടാക്കാമെന്ന്. അതുകൊണ്ട് ഒത്തിരി സമയം ഞാൻ കുഴച്ച് മാവ് വെച്ചില്ല. കുറച്ച് വെച്ചാലാണ് നല്ലത്. പക്ഷെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനായിട്ട് കയറി. ചപ്പാത്തി എനിക്ക് നല്ല പോലെ കട്ടി കുറഞ്ഞിരിക്കുന്നതാട്ടോ ഇഷ്ടം. വേറൊരാൾ ഉണ്ടാക്കി തരുമ്പോൾ കട്ടിക്കിരിക്കുന്നത് അതെന്തെന്ന് എനിക്കറിയത്തില്ല. കട്ടിക്കിരിക്കുന്നത് കഴിക്കാൻ ഇഷ്ടമാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ഇങ്ങനെ നമ്മൾ പേപ്പർ എടുക്കുന്ന പോലെ ഇരിക്കണം. അത്രയ്ക്ക് കട്ടി കുറച്ച് ഉണ്ടാക്കുക. അങ്ങനെ പരത്താവോ അതുപോലൊക്കെ ഞാൻ പരത്തി ചില സമയത്ത് കീറിപ്പോവാറുണ്ട്. പക്ഷേ ഇത് നന്നായിട്ട് വന്നു. ചപ്പാത്തി കഴിക്കാനും ഉണ്ടാക്കാനും ഭയങ്കര ഇഷ്ടമാണ്. മടിയായാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. കൂടുതലും ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനായിട്ടോ നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കറിയൊക്കെ ഒന്ന് സെറ്റായി വന്ന് കുക്കറിനകത്ത് വെച്ച സാധനങ്ങളെല്ലാം ഒന്ന് സെറ്റായി വന്നു. പിന്നെ പെട്ടെന്ന് കടുക് വറുക്കാൻ വെച്ചു. കണ്ണൻ ഉറങ്ങിയിട്ടില്ല. എന്നപ്പോൾ അവൻ ഉറങ്ങുന്നതിന് മുമ്പ് കഴിച്ചിട്ടങ്ങ് പിടിച്ച് കിടത്താമെന്ന് വിചാരിച്ചു. വെളിച്ചെണ്ണയും നെയ്യ് കുറച്ചിട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അങ്ങനെ ഒന്ന് വെച്ച് നോക്കുമ്പോൾ അറിയാം. അങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കും, നല്ല ടേസ്റ്റ് കേട്ടോ. പിന്നെ കുറച്ച് കടുകും ജീരകവും കൂടെ പൊട്ടിച്ചു. പിന്നെ നമ്മുടെ കൊച്ചുള്ളിയില്ലേ, കുഞ്ഞുള്ളി അരിഞ്ഞതും പിന്നെ വറ്റൽമുളക് 3-4 കീറി അത് വിട്ടു. പിന്നെ കറിവേപ്പില ഒന്ന് മൂത്ത് കഴിഞ്ഞപ്പോൾ കറിവേപ്പില ഇട്ട്, അല്ലെങ്കിൽ കറിവേപ്പില മൂത്ത് പോകും. അതുകൊണ്ട് എന്നിട്ട് നമ്മുടെ വേവിച്ച് വെച്ച സാധനവും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തു. ഞാൻ പറഞ്ഞില്ല, കുറച്ചൊന്ന് ഇതായിപ്പോയി. കുറച്ച് ഞാൻ വറ്റിച്ചെടുത്തു. പക്ഷേ ഇത്രയും വെള്ളം വേണ്ടായിരുന്നു. ഒന്ന് കുറുകിയിരിക്കുന്നതാണ് നല്ലത്. അപ്പുറത്തെ ചായ അമ്മ നേരത്തെ വെച്ചതാണ് കേട്ടോ. ഞാൻ പിന്നെ അതൊന്ന് ചൂടാക്കാൻ അവിടെ വെച്ചതാണ്. തണുത്തു പോയായിരുന്നു. എന്തോ കുടിച്ചില്ല. അതിൻ്റെ പുറകെ അങ്ങ് പോയി. പിന്നെ പെട്ടെന്ന് കറി ആയി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ചപ്പാത്തി ഉണ്ടാക്കിയത്. ചപ്പാത്തി ഉണ്ടാക്കി പെട്ടെന്ന് കുഞ്ഞിനെ കൊടുത്തു. കുഞ്ഞിനെ കഴിക്കാൻ കൊടുത്തിട്ടങ്ങ് പിന്നെ അവൻ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ സമാധാനമായി കഴിച്ചല്ലോ എന്നുള്ളത്.
പിന്നെ വേറൊരു കാര്യം, കണ്ണിന് ഈ കറി അങ്ങ് ഇഷ്ടപ്പെട്ടു. ഞാനിത് ഉണ്ടാക്കിയപ്പോഴത്തേക്കിനും ഞാനിങ്ങനെ ഉപ്പ് നോക്കുന്നത് കണ്ടപ്പോഴേ അവന് വേണമെന്ന് പറഞ്ഞിട്ട് ഒരു പാത്രത്തിൽ കോരി തന്നെ മാറിയിരുന്ന് കഴിക്കാനെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു എനിക്ക്. നമ്മൾ വെക്കുന്ന സാധനം വേറൊരാൾ നല്ലതെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഫീലുണ്ടല്ലോ, ഓർക്കാൻ വയ്യ. അപ്പോൾ കുഞ്ഞ് നന്നായിട്ട് കഴിച്ചു, അവന് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞില്ലേ പരിപ്പ് കറി ഇഷ്ടമാണ്. പിന്നെ നമ്മുടെ ചായ ചൂടാക്കി അമ്മയ്ക്കും കൊണ്ട് കൊടുത്തു. പിന്നെ ഞാൻ പോയി പെട്ടെന്നൊന്ന് മേലൊക്കെ കഴുകിയിട്ട് വന്നു. എൻ്റെ കമ്മൽ കണ്ടോ, എൻ്റെ മറ്റേ കാതയിൽ ഒരു കാതയിലേ ഉള്ളൂ കേട്ടോ കമ്മൽ. ഡെലിവറി കഴിഞ്ഞ സമയത്തേക്ക് ഒരാകിനെ പലരെയും വാക്ക് കേട്ട് ചെയ്താണ് ഒരു കാത് അടഞ്ഞു പോയി. നമുക്ക് എന്തും സ്വന്തമായിട്ട് തീരുമാനം വേണമെന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അതൊക്കെ പോട്ടെ. എന്നിട്ട് പിന്നെ ഞാൻ കഴിക്കാനെടുത്തു 3 ചപ്പാത്തിയും കറിയെടുത്തു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയില്ല, നല്ല കറിയായിരുന്നു, നല്ലതായിരുന്നു. അച്ഛൻ പറയും ഞാൻ ഉണ്ടാക്കുന്ന ചപ്പാത്തിയും കറിയാണ് കേട്ടോ നല്ലതെന്ന്. അങ്ങനെ എല്ലാവരും നിറച്ച് കഴിച്ചു. അത് കണ്ടപ്പോഴേ നമ്മുടെ വയറ് നിറയും. പിന്നെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ കുഞ്ഞിനെ പിടിച്ച് കിടത്തി. അവർക്ക് നേരത്തെ ഉറങ്ങിയെന്ന്. എന്നിട്ട് ഞാനും കിടന്നുറങ്ങി. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണേ പ്ലീസ്. ടാറ്റാ.